ഒറ്റൊരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പി നോക്കിയാലോ. നമുക്ക് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തന്നെ നമുക്കിത് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് മൈദയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഉണ്ണിയപ്പച്ചട്ടി നമുക്കെടുത്ത് നല്ലോണം തന്നെ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എണ്ണയൊന്നും വേണ്ടാത്ത പലഹാരമാണ് കേട്ടോ. ഭയങ്കര ഈസിയുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്, എണ്ണയില്ലാത്ത പലഹാരവുമാണ്. പഴംപൊരിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ഈ എണ്ണയൊന്നും കൂട്ടരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നല്ലൊരു സ്നാക്കുമാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/4 ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ പൊന്തി വരുവേ. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു എണ്ണ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ വെറുതെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തേച്ച് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തേച്ച് കൊടുത്തതാണേ. അപ്പോൾ നമുക്ക് ഇതാ ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.